ഇനി നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക്കുകളിൽ പെട്ട ഒരു ടോപ്പിക്കാണ് മനുഷ്യൻ്റെ വളർച്ചാഘട്ടങ്ങൾ. ഓക്കെ, നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്? ഈ ഘട്ടത്തിൻ്റെ സവിശേഷത എന്തൊക്കെ? എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ, നമ്മുടെ ലൈഫിൽ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. നിങ്ങൾ ചെറിയ കുട്ടിയായപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ചൈൽഡ്ഹുഡ് ആയപ്പോഴും നമുക്കത്ര അറിയില്ല. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ഏജ് ഈസ് എ ബ്യൂട്ടിഫുൾ ഏജ്. സോ എൻജോയ് ഇറ്റ്. ഓക്കെ, ഉണ്ടാവും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് വരുന്നുണ്ടാവും. ബാഹ്യഘടനയിലാണെങ്കിലും ഇപ്പം നിങ്ങളുടെ ബോഡി സ്ട്രക്ചറിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ശാരീരിക മാറ്റങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആയോ എന്നൊക്കെ പറയും. കാരണം നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. നമ്മുടെ ബോഡിയിൽ ഇതുവരെ ഇല്ലാത്ത ഒരുപാട് ഹോർമോൺസുകളൊക്കെ പുതുതായിട്ടുണ്ടാകുമ്പോൾ ആ ഹോർമോൺസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും പുതിയ ബോഡിയിലൊരു പുതിയ ആൾ വരുമല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഏതാണ് ആ കാലഘട്ടം? കൗമാര കാലഘട്ടമാണ് അല്ലേ. നിങ്ങളിപ്പോൾ അഡോളസൻസ് ഏജ്. യെസ്, ആദ്യം നമ്മൾ ബാല്യകാലം, ആദ്യം നമ്മൾ ചെറിയ കുട്ടികളായിരുന്നു. നവജാത ശിശു, ശൈശവം, ആ ഒരു കാലം. പിന്നെ ബാല്യകാലമായി, പിന്നെ കൗമാരപ്രായമായി, പിന്നെ യൗവനമായി, വാർദ്ധക്യമായി. ഓക്കെ, ഇതാണല്ലോ നമ്മളുടെ ഇതിൽ കാണിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചാഘട്ടം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കൗമാരത്തിൽ, ഇപ്പോൾ മിസ്സൊക്കെ യൗവനത്തിലാണ്, ഇനി ഞങ്ങൾക്കുള്ളത് വാർദ്ധക്യം. ഈ 3 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനൊക്കെ നിൽക്കുന്നത്. ഇനി എനിക്കുള്ളത് അടുത്തത് വാർദ്ധക്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നടുക്കാണ് നിൽക്കുന്നത്. ബട്ട് നിങ്ങളുടെ ലൈഫിനെ നല്ലൊരു രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏജാണ് ഇപ്പോൾ നിങ്ങളുടെ. അപ്പോൾ ഈ കൗമാരം, അഡോളസൻസ്, എന്താണ് ഈ കൗമാരം? ആരാണ് ഈ കൗമാരം? യെസ്, 10 to 19 വയസ്സ് വരെ, 10 മുതൽ 19 വയസ്സ് വരെ ഉള്ള ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ കൗമാരം എന്ന് പറയാം. ടീനേജ് എന്ന് പറയും. ഇപ്പോഴത്തെ ജെൻസി ടീനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ. നിങ്ങൾക്ക് പുതുതായിട്ടുള്ള ഡിക്ഷണറി വരെയുണ്ട്, ഒരുപാട് വേർഡ്സ് ഉണ്ട് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ടീനേജ് 13, 14, 15, 16, 17, 18, 19 ഈ വരുന്ന ഏജസിനെയാണ് നമ്മൾ ടീനേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരും? തലച്ചോറിൻ്റെ വികാസം. ഓക്കെ, തലച്ചോറിന് വികാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോ ഭാഗങ്ങളുണ്ട്. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നതിൽ നമ്മളുടെ പല ഭാഗമുണ്ട്. അമിഗ്ഡല എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, നമ്മുടെ ഇമോഷണൽ കൺട്രോൾ ചെയ്യുന്ന. അതേപോലെ നമ്മുടെ ഫോർബ്രെയിൻ, ഇങ്ങനെ ഓരോ പോർഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒക്കെ കാലമാണ് ഈ തലച്ചോറിൻ്റെ വികാസം നടക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കൗമാരം. ബാല്യത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്ന കാലഘട്ടമാണ്. ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ത്വരിതപ്പെടും. ബോയ്സിനായാലും ഗേൾസിനായാലും നമ്മൾ ലൈംഗിക അവയവങ്ങളൊക്കെ വലുതാവും. സെക്കൻഡറി സെക്ഷൽ ഓർഗൻസ് ആയാലും നമ്മുടെ മാറിട ബ്രസ്റ്റൊക്കെ വലുതാവുന്ന ഒരു സമയമാണ് ഈ കൗമാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ത്വക്കിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം വർദ്ധിക്കും. ത്വക്കിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെബേഷ്യസ് ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്ന ഓരോ ഗ്ലാൻഡ് ഉണ്ട്. സെബം പുറപ്പെടുവിക്കുന്ന സെബേഷ്യസ് ഗ്ലാൻഡ്, ഈ സെബേഷ്യസ് ഗ്രന്ഥി, ഇതൊക്കെ ആണ് നമുക്ക് മുഖത്ത് കുരു ഉണ്ടാവും, പിമ്പിൾസ്. നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവുമല്ലോ പിമ്പിൾസ്. എനിക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഒരു ഏജിൽ, ഈ ഒരു കൗമാരപ്രായത്തിൽ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും. ഇതുവരെ ഇല്ലാത്തൊരു സംഭവം. പിന്നെ ഇപ്പോഴത്തെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊറിയൻ സ്കിന്നൊക്കെ ആണല്ലോ. നമുക്ക് ഗ്ലാസ് സ്കിൻ, കൊറിയൻ സ്കിൻ, ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് അതൊന്നും കൊറിയക്കാരുടെ നമുക്ക് വരുമോ എന്ന് ചോദിച്ചാൽ നോ, വി ആർ ഇന്ത്യൻസ്, ദ്രാവിഡൻസ് ആ ഒരു കാറ്റഗറിയിലുണ്ടാകുമ്പോൾ നമുക്ക് നമ്മളുടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊക്കെ കുറേയൊക്കെ ജനറ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെറിയ വിഷമമൊക്കെ വരും. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ബോഡിയിൽ ഒരു ചേഞ്ചാണ്. ഇനിയിപ്പം മിസ്സിൻ്റെ ഒക്കെ ഏജ് എത്തി ഒരു 20-25 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ പിമ്പിൾസൊക്കെ ഒരുവിധം മാഞ്ഞു പോകും. ഡോണ്ട് വെറി. ഇപ്പം നിങ്ങൾ ഒരു പിമ്പിൾ വരുമ്പോഴേക്കും നമ്മുടെ യൂട്യൂബിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അവരെല്ലാവരും പറയുന്ന പ്രൊഡക്ട്സൊക്കെ വാങ്ങി പൈസയും ചിലവാണ്. അത് നിങ്ങളുടെ ബോഡിക്കും പ്രശ്നം ഉണ്ടാക്കും. വാരി തേക്കല്ല. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇത് ഈ പിമ്പിളൊന്നും നമ്മളങ്ങനെ തലവേദന ഉണ്ടാക്കുന്ന സംഭവമൊന്നുമല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗോ ആൻഡ് കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ്. ഒരു ത്വക്ക് രോഗ വിദഗ്ധരെ കണ്ടിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന ക്രീമുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് തോന്നുന്നത് മറ്റേ ആസിഡ്, ഹൈലറോണിക് ആസിഡ്, മറ്റേ കോജിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആസിഡും നമ്മുടെ പിമ്പിൾസ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഡാർക്ക് സ്പോട്ട്, അങ്ങനെ നമ്മൾ കൊമേഴ്ഷ്യലായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിനൊന്നും അടിമപ്പെടാതിരിക്കുക.
ഓക്കെ. പിന്നെ ഉയരം, ശരീരഭാരം എന്നിവയിലുണ്ടാകുന്ന പെട്ടെന്ന് വർധനവ്. യെസ്, നിങ്ങൾ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ നിങ്ങൾ ഇട്ടിരുന്ന പാൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വലിപ്പമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അതിപ്പോൾ വണ്ണം ചിലപ്പോൾ നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടാവില്ല പലർക്കും, പക്ഷെ വണ്ണം കൂടുന്നവരുണ്ടാവും, വണ്ണം കൂടിയിട്ടില്ലെങ്കിൽ നീളം എന്തായാലും കൂടിയിട്ടുണ്ടാവും. യെസ്, അന്നത്തെ നമ്മുടെ ഈ ഒരു ആംഗിൾ വരെയുള്ള പാൻറ്റൊക്കെ ഇപ്പോൾ മുട്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ വലിപ്പം കൂടും, ഉയരം കൂടും, ശരീരഭാരം വർദ്ധിക്കും. എൻ്റെ ഏജിലും ശരീരഭാരം വർദ്ധിക്കും, പക്ഷെ നമ്മളൊന്നും ഇനി ഉയരം വെക്കില്ല. നിങ്ങളെ ഏജിലാണിപ്പോൾ ഉയരം വെക്കുക. പിന്നെ മാനസികവും വൈകാരികവുമായിട്ടുള്ള മാറ്റങ്ങൾ. ഓഫ് കോഴ്സ് ഉപദേശം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇഷ്ടമേ ആവില്ല. അത് കേൾക്കുന്നതേ നമുക്കിഷ്ടമല്ല, സത്യമല്ലേ? ഉപദേശം ഇഷ്ടമുണ്ടാവില്ല. പിന്നെ അതുവരെ നമ്മൾ ഈ ഗ്യാതറിങ്സ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ കല്യാണങ്ങളൊക്കെ ഇപ്പോഴൊക്കെ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ഏജ് മുതൽ നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള കല്യാണത്തിനൊക്കെ പോകാനേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ഇതിന് മുന്നേ നിങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നീ പോരെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ട് കല്യാണത്തിനല്ലേ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കും. ഇപ്പം നിങ്ങളെ വിളിച്ചാൽ കിട്ടുമോ? ഇല്ല. നിങ്ങൾ പറയും നിങ്ങൾ പോയിക്കോ, ഞാനില്ല, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയും. യെസ്, അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ ഗ്യാതറിങ്ങിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിലോട്ട് ഒതുങ്ങാൻ ഇഷ്ടപ്പെടും. ഉപദേശങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, കമ്പാരിസൺ നമുക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പിൽ നമ്മൾ ചെന്നുപെടുക. കാരണം നമ്മുടെ എഗെയിൻ ഹോർമോൺസ് കൂടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ അവരില്ലാതെ നമുക്ക് പറ്റില്ല എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. ഇപ്പോൾ പഠിക്കേണ്ട കാലമാണ്, എന്നിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരു 22 ഏജൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് റിയാലിറ്റി ചെക്ക് വരിക. പഠിക്കേണ്ട സമയത്ത് പഠിച്ചതുമില്ല, അന്ന് അതെന്തോ വലിയ ദിവ്യ പ്രേമമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ പലതും കുറച്ച് സ്റ്റേജ് കഴിയുമ്പോൾ ഇതൊക്കെ ആ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ തോന്നിയതാണെന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മളെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ സ്റ്റക്കാണ്. പിന്നെ നമ്മൾ വീണ്ടും റീബിൽഡ് ചെയ്യണം നമ്മുടെ കാരിയറിനെ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പാരൻസ്, ഇപ്പം നിങ്ങളുടെ പാരൻസ്, ടീച്ചേഴ്സ് എല്ലാവരും ഈ ഒരു ഏജ് കടന്നു വന്നതുകൊണ്ടാണ് നിങ്ങളെ ഇതിൽ ഉപദേശിക്കാൻ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഈ ഒരു ഏജ് കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് നിങ്ങളോട് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ പറയുന്നതിന് എത്ര പേര് എന്തെങ്കിലും സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാനാവുന്നതേ ഉള്ളൂ. ബട്ട് നിങ്ങളുടെ ടീച്ചറായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ മരിക്കോളം വേണ്ടതാണ് ഈ വാർദ്ധക്യം. 10-60 വയസ്സ് വരെ നമ്മൾ ജീവിച്ചാൽ അത്രയും കാലത്തിന് വേണ്ട തൈ നട്ട് മരമാക്കി വളർത്തുന്ന ഒരു ഏജാണ് നിങ്ങളുടെ ഏജ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ പാഷനൊക്കെ നോക്കി, നിങ്ങളുടെ ഇൻട്രസ്റ്റൊക്കെ നോക്കി എവിടെയെങ്കിലും നല്ല രീതിയിൽ എത്തേണ്ട ഒരു പ്രായം കൂടിയാണ് ഇത്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട്സും റിലേഷൻഷിപ്പൊക്കെ നമുക്ക് വേണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ, അതും ഉണ്ടാവും നമ്മളുടെ കൂടെ. പക്ഷേ അതിന് മാത്രം വാല്യൂ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കാരിയറും കൂടെ നോക്കണം. ഓക്കെ, കോമ്പറ്റീഷൻ ഒരുപാടുള്ള കാലഘട്ടമാണ്. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ് ടു. ഓക്കെ, അപ്പോൾ കൗമാരകാലത്തെ ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങളിൽ പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നു. അതിനാൽ പെൺകുട്ടികളുടെ കൗമാരഘട്ട വളർച്ച ആൺകുട്ടികളെ അപേക്ഷിച്ച് വേഗത്തിൽ നടക്കും. ഓക്കെ, നമ്മളിങ്ങനെ പറയും നമ്മുടെ മെൻസ്ട്രേഷനൊക്കെ ഒരു 9 മുതൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, 9 ഇയേഴ്സ് മുതൽ എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ ബോയ്സിൻ്റെ കേസിലാവുമ്പോൾ അവർ പ്രായപൂർത്തിയാവുക അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 12, 13, 14 ആ ഒരു ഏജിലായിരിക്കും. ഗേൾസിന് കുറച്ചും കൂടെ മുന്നേ വരും എന്നാണ് പറയുന്നത്. പ്യൂബർട്ടി, പ്രായപൂർത്തി, ആ ഒരു സംഭവം എന്താണ്? സന്താനോൽപാദന സജ്ജരായ വ്യക്തികളാക്കുന്നതിൻ്റെ ഭാഗമായി കൗമാരഘട്ടത്തിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളാണ് പ്യൂബർട്ടി, പ്രായപൂർത്തിയാവുക. അതായത് ആൺകുട്ടികൾക്ക് ഇജാക്കുലേഷനും ഈ ശുക്ലോൽപാദനം ഉണ്ടാവുന്നതും പിന്നെ ഗേൾസിന് ആർത്തവം, ഇത് രണ്ടുമാണ് അവരെ പ്രായപൂർത്തിയാക്കിയത്. സന്താനോൽപാദനത്തിന് സജ്ജരാക്കുന്ന ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ ഒരു ശാരീരിക മാറ്റം. ഓക്കെ, ഇത്രയും സെറ്റല്ലേ? ആൻഡ് ലാസ്റ്റ് ടോപ്പിക്, കൗമാരകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഓക്കെ, കൗമാരകാലത്ത് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും? ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കൗമാര കാലഘട്ടത്തിൽ ലൈംഗിക ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ഇതിൻ്റെ ഫലമായി ത്വക്കിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണമയമുള്ള പദാർത്ഥമായ
സെബത്തിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ത്വക്കിലെ നിർജീവ കോശങ്ങളും സെബവും അടിഞ്ഞുകൂടിയാണ് മുഖക്കുരു ആക്നെ ഉണ്ടാകുന്നത്. ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. ഓക്കെ, നോട്ട് ദാറ്റ് പോയിന്റ്. സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. പുറമോടിയാണ് വ്യക്തിത്വം എന്ന് ധരിച്ച് അമിതമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അശാസ്ത്രീയ വ്യായാമ മുറകൾ പിന്തുടരുന്നതും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ശരീരം മെലിയാനായി ഭക്ഷണത്തിൻ്റെ അളവ് അമിതമായി കുറയ്ക്കുന്നത് നിമിത്തം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാവുന്ന അനോറെക്സിയ പോലുള്ള രോഗങ്ങൾക്കിടയാവുന്നു. അതായത് നമ്മൾ ചില ആളുകൾ വണ്ണമുള്ള ടൈപ്പായിരിക്കും, അവരുടെ ബോഡി ടൈപ്പ് വണ്ണമാവും. കാഴ്ചയ്ക്ക് അവർ വണ്ണുണ്ടെന്നേ ഉള്ളൂ, അവർക്ക് ശാരീരികമായിട്ട് നല്ല ഹെൽത്തി ആയിരിക്കും, അവർ എല്ലാ കാര്യങ്ങളും ചെയ്യും, അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണം തളർച്ചയൊന്നും ഉണ്ടാവില്ല. കാണുമ്പോൾ അവർ കുറച്ച് വണ്ണമുള്ള ടൈപ്പാണ്. പക്ഷെ ബാക്കിയുള്ളവരിങ്ങനെ പറയാം, ഓ നല്ല തടിയാണല്ലോ എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് ഈ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് പട്ടിണി കിടക്കും. പട്ടിണി കിടന്ന് ഡയറ്റ് ചെയ്യും. ഡയറ്റ് എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡ് പോലെയാണ്. അതെന്തോ ഭയങ്കര സംഭവം. ഡയറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമായിട്ടൊക്കെ കൂട്ടും. ഡയറ്റ് ചെയ്യണം, പക്ഷേ പ്രോപ്പർ ഡയറ്റ് ചെയ്യണം. ഓക്കെ, ഭക്ഷണം കഴിക്കാതിരിക്കുക, പട്ടിണി കിടക്കുക എന്നതല്ല ഡയറ്റിൻ്റെ അർത്ഥം. ഡയറ്റിൽ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത്, ഇപ്പോൾ പ്രോട്ടീൻ കൂടുതലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രോട്ടീനായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റും ഫൈബറും വൈറ്റമിൻസും ഒക്കെ നമ്മൾ അതിൻ്റെ ബാക്കിൽ കൊടുക്കണം. ഇപ്പോൾ ചോറ് നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളാണല്ലോ, അപ്പോൾ നമുക്ക് ചോറ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അരിഭക്ഷണം കുറക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ബാക്കിയുള്ള ധാന്യങ്ങളും പ്രോട്ടീനും മുട്ട, ഇറച്ചി അങ്ങനത്തെ, ഇനിയിപ്പോൾ അത് കഴിക്കാത്ത വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് പാലും പാലുൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടെ നമ്മൾ കഴിച്ചിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്യും. അല്ലാതെ നമ്മൾ പട്ടിണി കിടന്നാൽ നമ്മളെ ആരോഗ്യം ഭയങ്കരമായിട്ട് ശോഷിക്കും. നിങ്ങൾ എഗെയിൻ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുന്നത് ഈ സമയത്താണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, ഈ സമയത്ത് നിങ്ങളുടെ ജീവിത രീതി നിങ്ങളുടെ യൗവനത്തിനെയും വാർദ്ധക്യത്തെയും ഭയങ്കരമായിട്ട് ബാധിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ യുവർ ബോഡി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് വാരി വലിച്ച് കഴിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ കേരളത്തിൽ കൂടുന്നു എന്നൊക്കെ പറയാൻ കാരണം. ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങൾ നോക്കാതെ കരിച്ചതും പൊരിച്ചതും അമ്മ ഫുഡ് ഉണ്ടാക്കി തരുന്ന സമയത്ത് പച്ചക്കറിയൊക്കെ തരുമ്പോൾ എനിക്ക് വേണ്ട, ഏതെങ്കിലും ഒരു ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ പൊട്ടാറ്റോ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇത് മതി, പച്ചക്കറി ഒന്നും വേണ്ട, കറി ഒഴിക്കില്ല, പച്ചക്കറി കൂട്ടില്ല, ഈ പൊരിച്ച എന്തെങ്കിലുമൊക്കെ സംഭവം, മുട്ട പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ പൊരിച്ചത് മാത്രം, അതും ചോറും കഴിക്കും, എണീറ്റ് പോവും. ഫ്രൂട്ട്സ് ഇഷ്ടമല്ല, അതിഷ്ടമല്ല, ഇതിഷ്ടമല്ല, എന്നാൽ ബർഗറും സാൻഡ്വിച്ചും അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടം. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ അതൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വന്നു തുടങ്ങും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം. ന്യൂട്രിയൻസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര ഇമ്പോർട്ടൻ്റ്, നമുക്ക് വാക്കുകൾ പറയാൻ പറ്റില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കൗമാരത്തിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് അനുയോജ്യമായ പോഷകങ്ങൾ ലഭിക്കുന്ന ആഹാര രീതി കൈക്കൊള്ളേണ്ടതുണ്ട്. അമിത പോഷണവും പോഷകാഹാരങ്ങളുടെ കുറവും ശരീരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. അമിത പോഷണം, ആ ഒരു പരിപാടിയുണ്ട്. പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞിട്ട് പ്രോട്ടീൻ അങ്ങോട്ട് കുത്തി കയറ്റാൻ പാടില്ല. ഓക്കെ, എല്ലാത്തിനും അതിൻ്റേതായ ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോശം കൂട്ടുകെട്ട്, പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ലൈംഗിക ചൂഷണങ്ങൾ, പ്രലോഭനങ്ങൾ തുടങ്ങിയവയിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തുമല്ലോ. നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മളുടെ വേൾഡ് ഭയങ്കരമായിട്ട് എന്താണ്, മനുഷ്യത്വത്തിനൊന്നും വലിയ വില കൊടുക്കാത്ത പോലെ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, അതിൽ വേറെ ആരും കൈ കടത്തണ്ട, എനിക്ക് പുകവലിക്കണം, ഞാൻ മദ്യപിക്കണം എന്നാണെങ്കിൽ പിന്നെ അതിലാരും ഒപ്പീനിയൻ പറയണ്ട എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് പലർക്കും. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. അവിടെ നമ്മൾ മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ ഒരൊറ്റ മനുഷ്യനെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് തോന്നിയത് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഒരു കൂട്ടത്തിലാണ്. ഓക്കെ, നമ്മുടെ വീട്ടിൽ കുറേ പേരുണ്ട്, നമ്മുടെ സമൂഹത്തിൽ കുറേ പേരുണ്ട്. അപ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്നതിൽ നമുക്കൊരുപാട് കടമകളുണ്ട്. അത് മനുഷ്യനായി ജനിച്ച ഓരോ വ്യക്തികൾക്കും ഉണ്ട്. ഓപ്പോസിറ്റ് സെക്സിനെ, അതിപ്പോൾ ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും അത് റെസ്പെക്റ്റ് ചെയ്യുക. സ്നേഹിക്കുന്നതിലും വലുതാണ് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരാളെ ബഹുമാനിക്കണം. പാരൻസിന് കൊടുക്കേണ്ട ബഹുമാനമുണ്ട്, ഫ്രണ്ട്സിന് ബഹുമാനിക്കണം. ഈവൻ നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ അനിയനെ നമ്മൾ ബഹുമാനിക്കണം. അവർ വരുമ്പോൾ എണീറ്റ് നിന്നിട്ട് മുണ്ടയച്ചിടുക അല്ലെങ്കിൽ അവരെ എണീക്കുക, നിങ്ങൾ അങ്ങനെ വിളിക്കുക എന്നത് മാത്രമല്ല ബഹുമാനം. അവരുടെ
ഒപ്പീനിയനും അവരും ഒരു മനുഷ്യനാണ്, അവരും ഒരു വ്യക്തിയാണ്. ഈവൻ ഗേൾസ് ആണെങ്കിലും നിങ്ങളുടെ താഴെയുള്ള കുട്ടികളാണെങ്കിലും നിങ്ങളുടെ മുതിർന്നവരാണ്, അവരും ഒരു ജീവനുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അവർക്കും വികാരങ്ങളുണ്ട്, അവർക്കും ഇമോഷൻസ് ഉണ്ട്, അവർക്കും സങ്കടം വരും, അവർക്കും സന്തോഷം വരും. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. ഓക്കെ. പഠനത്തിനും വിവിധ മേഖലകളിലെ അറിവുകൾ സമ്പാദിക്കുന്നതിനും നവമാധ്യമങ്ങൾ സഹായിക്കുന്നു. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ വേണം ഇവയെ പ്രയോജനപ്പെടുത്തേണ്ടത്. കൂടുതൽ സമയം സ്ക്രീനിൽ കണ്ണ് നട്ടിരിക്കുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നറിയാമല്ലോ. കൗമാരം സാധ്യതകളുടെ കാലം കൂടിയാണ്. സ്കൂളുകളിലെ വിവിധ ക്ലബ്ബുകളിലെ പങ്കാളിത്തം വ്യക്തിവികാസത്തിനും സേവന മനോഭാവം വളർത്താനും സഹായിക്കും. നല്ല സൗഹൃദങ്ങൾ നമ്മളുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. നാം തനിച്ചല്ല, മറിച്ച് നമുക്ക് പ്രതീക്ഷയ്ക്കൊപ്പം കൈത്താങ്ങായി രക്ഷിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയ ഒട്ടനവധി പേരുണ്ടെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയൊരു മീഡിയയാണ്. ഓക്കെ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ പറ്റില്ല. ഇന്ന് മുതൽ നമ്മൾ ഫോൺ തൊടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് ഫോണിലൂടെ കിട്ടുന്നുണ്ട്. ഈവൻ കേരളത്തിൻ്റെ ഏതോ ഒരു മൂലയിലിരിക്കുന്ന ഞാനും കേരളത്തിൻ്റെ ബാക്കി ഏതൊക്കെയോ സ്ഥലങ്ങളിലിരിക്കുന്ന എൻ്റെ മക്കളും എൻ്റെ സൗണ്ട് കേട്ട് എന്നോട് കമൻറ്റിൽ നിങ്ങൾ എന്നോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഐ ഫീൽ സോ ബ്ലെസ്ഡ്. കാരണം നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും എൻ്റെ വോയിസ് ഈ ഒരു മീഡിയം ത്രൂ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇറ്റ്സ് എ വെരി ഭയങ്കര ഒരു നല്ല ഫീലിംഗ് ആണ്. ബട്ട് എല്ലാറ്റിനും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ട്. ഒരു കത്തി എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്തി കൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഈ കത്തി കൊണ്ട് തന്നെ നമുക്ക് ഒരാളെ കുത്തിക്കൊല്ലാനും പറ്റില്ലേ? അപ്പോൾ അത് കത്തി ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലാണ്. കത്തി കൊണ്ട് നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് വയറൊക്കെ നിറച്ച് സന്തോഷത്തോടെ കഴിക്കണം, അത് ഒരാളെ കുത്തിക്കൊല്ലണോ എന്നുള്ളത്. അത് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ അക്രമങ്ങളുടെയൊക്കെ റേറ്റും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മൾ നോക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാവരും നിങ്ങളെ മനസ്സിലാക്കും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഒരു ഏജ് കഴിഞ്ഞ് വന്നവരാണ്. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. 90% ആൾക്കാർക്കും നിങ്ങളെ മനസ്സിലാവും. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഷെയർ ചെയ്യണം ഈ കൂട്ടുമായിട്ട്. ഇപ്പോൾ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സർക്കിളിലുള്ളതൊക്കെ എനിക്ക് ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നിന്നുള്ളവരാണ്. കോളേജിൽ നിന്ന് ഇല്ല എന്നല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു സ്കൂൾ ടൈമിലുള്ള ആൾക്കാരോട് കൂടെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു റാപ്പോ ചിലപ്പോൾ എൻ്റെ കോളേജ് PG കാലഘട്ടങ്ങളിലുള്ളവരോട് എനിക്ക് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അവർ ആ ഒരു കാലഘട്ടത്തിലുള്ളവരാണ്. അപ്പോൾ അവർ അത്രയും ബ്യൂട്ടിഫുൾ ബോണ്ടാണ്. അപ്പോൾ സൗഹൃദങ്ങൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്തിനും ഏതിനും ഈവൻ പാരൻസിനോട് പറയാൻ അല്ലെങ്കിൽ പാരൻസിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രബിൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നോക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാതെ നിങ്ങളുടേക്കാളും കൂടുതൽ ഓണം ഉണ്ടവരെന്ന് പറയില്ലേ, കുറച്ചും കൂടെ വയസ്സായിട്ടുള്ള ആളുകളെ അപ്രോച്ച് ചെയ്യുക. ടീച്ചേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ബന്ധുക്കളുണ്ട്, രക്ഷിതാക്കളുണ്ട്. പാരൻസിനോട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലേ, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പറയൂ. അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റത്തെ ടോപ്പിക്. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മുടെ ചാപ്റ്റർ നിങ്ങളോട് അത്രയും ഫ്രീ ആയിട്ടാണ് ഇതിൽ സംസാരിച്ചിട്ടുള്ളത് അല്ലേ. ഈ ഓരോ വേർഡ്സിലും നിങ്ങൾക്കുള്ള ഒരു കെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ ബയോളജി ഇവിടെ തീരുകയാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, എനി കൺസേൺ, you can just comment below. And thank you once again. Thank you all.